മൂന്നാമത്തെയോ നാലാമത്തെയോ ഇനി 10 കേസ് വന്നാലും he can be directed to appear. എന്നിട്ട് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ അതർ ബെയിൽ ക്യാൻസൽ. രണ്ട് കേസിലും ബെയിൽ തെറിക്കത്തില്ലേ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ മീഡിയ ടെൻഷൻ ആയില്ലേ? ഇതിപ്പോ അഭിഭാഷകനെ പോലും കാണാനെന്നില്ല പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെന്നുള്ള ഒരു ആരോപണമുണ്ടല്ലോ. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നാളെ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ബൈ ദ മജിസ്ട്രേറ്റ്. ദേ ആർ ആസ്കിംഗ് ഫോർ എ കസ്റ്റഡി. അത് കഴിയട്ടെ. ബിക്കോസ് ഒരു അറസ്റ്റ് ഓർ റിമാൻഡ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്. ഇതെല്ലാം കാര്യങ്ങളുണ്ട് ഒരു കേസിനകത്ത്. ഈ റിമാൻഡ് നൽകിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ല, ഓർഡിനറി റിമാൻഡ്. വാട്ട് ഈസ് ദെയർ ഇൻ ദാറ്റ്? non bailable cognizable offence. Magistrate cannot grant bail in this case. Sessions. Therefore she posted the bail application for hearing tomorrow. And our charge magistrate ആണ്. Tomorrow the jurisdictional magistrate will hear the bail application. അല്ല, ഈ അറസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നതിന്റെ കാരണം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്, ആന്റിസിപ്പേറ്ററി ബെയിൽ, regarding that Bangalore case. Okay. The other one അവിടെ ബെയിൽ ഡിനേ ചെയ്തു ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിൽ. അത് ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഹീസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ്. അപ്പം മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഏത് പോലീസിന് മുമ്പ് ഹാജരാവണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. He has already given several messages to the DYSP as well as to Pungadali, the DIG, that please specify the time and place. I will come and appear. And Pungadali has replied stating that we will inform you. I have the mobile shots with me. Let it be the third case or the fourth case or the 100th case. He can be asked to appear. If he does not appear, get the other two bail cancel. മറ്റ് രണ്ട് കേസുകളില്ലാതെ അതുപോലെ അപ്പം പിന്നെ 3 കേസിന് അത് പോകത്തില്ലേ? അതല്ലേ സാധാരണ ചെയ്യുക. സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു പരാതി കൂടി ഈ ഒരു കേസിലുണ്ട്. ഏത് കേസിനകത്താ? മൂന്നാമത്തെ കേസിൽ എന്നാര് പറയുന്നു? പരാതിക്കാർ പറയുന്നത് സാമ്പത്തികമായി ഞാൻ ഐ ഹാവ് നോട്ട് സ്റ്റഡി ദ റെക്കോർഡ്സ്. എഫ്ഐആറിന്റെ കോപ്പി കണ്ടോ? താങ്കൾ കണ്ടോ? ഐ ഗോട്ട് ദ കോപ്പി ഓഫ് ദ റിമാൻഡ് റിപ്പോർട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ലേ ശരി. വകുപ്പുകൾ ഏതൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും? ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രമംഗലം അജിത് കുമാർ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണോ? അതായത് അനാവശ്യമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന AIG ജി പൂങ്കുഴലിയെ മെസ്സേജിലൂടെ താൻ എവിടെ എപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകണം എന്ന് ചോദിച്ച് രാഹുൽ തന്റെ മെസ്സേജ് അയച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ലെറ്റ് മീ ഇൻഫോം യു എന്ന് മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥ മറുപടി നൽകിയത്. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമായ നാടകീയമായ നടപടിയായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 3 കേസുകളും കോടതി എന്തായാലും പരിഗണിക്കുമല്ലോ. പിന്നെ എന്തിനാണ് തിടുക്കത്തിൽ ഇങ്ങനെയൊരു കേസിൽ രാത്രിയിൽ വിളിച്ചു വരുത്തി ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്? അങ്ങനെ ഒരു നീക്കത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 376 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് കണ്ടുവെന്ന് പറയുന്നു. നാളെ തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി തീർപ്പ് കൽപ്പിക്കാൻ ഇടയുള്ളൂ, അതിനെ സാധ്യതയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പരാതിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. പ്രാഥമികമായ നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോഴേ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് ഉഭയസമ്മത പ്രകാരം നടന്ന ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള രാഹുലിന്റെ വാദങ്ങൾ പോലീസിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും പ്രതിരോധിക്കാനാവൂ. ആ നീക്കങ്ങളിലേക്കാണ് അവർ ഇനി കടക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ വിവാദമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർന്ന 3ാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ, സമാന സ്വഭാവത്തിലുള്ള 3ാമത്തെ പരാതിയിൽ പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രാഹുലിനെ അഴിക്കുള്ളിലാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. വലിയ വിമർശനങ്ങളാണ് ആദ്യ കേസിൽ രാഹുൽ ഒളിവിൽ പോയതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വന്നത്. ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി മാറുകയാണ് AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ ചടുലമായി നടത്തിയ രഹസ്യമായ നീക്കം. ആ നീക്കമാണ് സമർത്ഥമായ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ MLA അഴിക്കുള്ളിലേക്ക് എത്തിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് എത്തുന്ന സാഹചര്യം. അഭിഭാഷകൻ പറയുന്നത് ഈ അറസ്റ്റ് പോലും അനാവശ്യമായിരുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും
മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് വളരെ ചടുലമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. AIG നേരിട്ടാണ് ഈ വിഷയങ്ങളിൽ ഇടപെടുകയും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും മറ്റും ചെയ്തത്. ഉന്നതതലങ്ങളിൽ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു റെയ്ഡ്, അതിനുശേഷമുള്ള അറസ്റ്റ്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ എത്തിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. 6 മണിക്കൂറോളം നിന്ന് ചോദ്യം ചെയ്യലിൽ സഹകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടായത് എന്ന് അവർ പറയുമ്പോഴും ഇത്തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിമാൻഡ് തടവുകാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിൽ ഉണ്ടാകും. ഇതിനിടയിൽ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. റിമാൻഡ് റിപ്പോർട്ടിലടക്കം വളരെ ഗുരുതരമായ പരാമർശങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ മൊഴി, അതിൽ പറഞ്ഞിരിക്കുന്ന ബലാത്സംഗം, ഗർഭഛിദ്രം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി ഇത്തരത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും 3ാം ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലേക്ക്, മാവേലിക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ അവിടെയും പ്രതിഷേധമൊക്കെ ഉണ്ടാകാം. അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിലേക്ക് പോകുന്നത്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. സ്പീക്കർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ പരിശോധിച്ച് വരികയുമാണ്. വയനാട് ദുരന്തത്തിന്റെ പേരിലും ഇരയിൽ നിന്ന് രാഹുൽ തട്ടിപ്പ് നടത്തി. ലക്കി ഡ്രോയ്ക്ക് 5000 രൂപ അയച്ചു. ഫെനിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു. രാഹുൽ സ്വാധീനിച്ച് ലക്കി ഡ്രോയിൽ 2ാം സമ്മാനം നൽകി. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും ഇരയിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള വിവരങ്ങൾ കൂടി, അതായത് സാമ്പത്തിക തട്ടിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട്. നേരത്തെയുള്ള 2 ആരോപണങ്ങളിലും ഈ സാമ്പത്തിക തട്ടിപ്പ് കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കൂടി 3ാമത്തെ ആരോപണത്തിൽ, 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് വരികയാണ്. VV അരുൺ ചേരുകയാണ്. അരുണ്, ഇത് എന്താണ് ഏറ്റവും ഇത്തരത്തിൽ ഫ്ലാറ്റ് വാങ്ങാം, മറ്റു തട്ടിപ്പുകൾ ഇപ്പോൾ ഈ പറഞ്ഞ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലും ഇരയെ ഉപയോഗിച്ചു എന്നാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.